ദയവായി തുടരുക. വി എം സുധീരൻ, മുൻ KPCC അധ്യക്ഷൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ വി എം സുധീരൻ, കഴിഞ്ഞ ദിവസം അങ്ങ് പറഞ്ഞിരുന്നു CBI അന്വേഷണം വേണം എന്ന്. സർക്കാർ ഇക്കാര്യത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. അതായത് MP രാജേഷിൻ്റെ പരാതിയിൽ പോലീസ് അത് ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറിയിരിക്കുകയാണ്. അതായത് ക്രൈംബ്രാഞ്ച് അക്കാര്യം അന്വേഷിക്കും എന്നുള്ളതാണ് ധാരണ. തൃപ്തികരമാണോ? ഒട്ടും തൃപ്തികരമല്ല. കാരണം ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിലപാട്, മന്ത്രി നടത്തിയ വിശദീകരണവും ബാർ സംഘടനയുടെ അധ്യക്ഷൻ നടത്തിയ വിശദീകരണവും വാസ്തവ വിരുദ്ധമാണ് എന്ന് കൃത്യമായി ചാനൽ റിപ്പോർട്ടുകളിൽ തന്നെ വന്നിരിക്കുന്നു. ഒന്ന്, അവരുടെ അജണ്ടയിൽ കൃത്യമായ മദ്യനയമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് എല്ലാ ചാനലും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത്, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് പ്രാരംഭ ചർച്ചകൾ പോലും ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ചർച്ച, ടൂറിസം സെക്രട്ടറിയുടെ ചർച്ച, ചീഫ് സെക്രട്ടറിയുടെ ചർച്ച, സബ്ജക്ട് കമ്മിറ്റിയിലെ ചർച്ച, ഇങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുമായി സർക്കാർ അണിയറയിൽ എല്ലാ നീക്കങ്ങളും നടത്തുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതും ശരിയല്ല. അതുകൊണ്ട് തന്നെ മന്ത്രി നേരിട്ട് താല്പര്യമെടുത്ത് DGPയെ കൊണ്ട് അന്വേഷണം നടത്തിക്കാനുള്ള ശ്രമം ഒരു പാഴ്വേലയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇതേക്കുറിച്ച് നേരത്തെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ CBI അന്വേഷണം തന്നെ അനിവാര്യമാണ്. CBI അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിന് വിശ്വാസ്യതയോടെ മുന്നോട്ട് പോകാൻ സാധിക്കൂ. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു അന്വേഷണത്തിനും യാതൊരു വിശ്വാസ്യതയും ഉണ്ടാകില്ല. ശ്രീ വി എം സുധീരൻ, UDFന്റെ കാലത്ത് ഇങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ വിജിലൻസ് ആണ് അന്വേഷിച്ചിട്ടുള്ളത്. അന്ന് LDF ഉന്നയിച്ചിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്നാണ്. അപ്പോൾ UDFന്റെ കാലത്ത് സംഭവിക്കാത്തത് LDFന്റെ കാലത്ത് സംഭവിക്കണമെന്നാണോ? അങ്ങ് KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ UDFന്റെ കാലത്ത് സംഭവിക്കാത്തത് ഇപ്പോൾ സംഭവിക്കണമെന്നാണോ? അതല്ല, UDFന്റെ കാലത്ത് 730 ബാറുകളും അടച്ചു പൂട്ടുന്ന ധീരമായ തീരുമാനമാണ് ആ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തെല്ലാം തരത്തിലുള്ള അഴിമതി കഥകൾ പുറത്തു വന്നെങ്കിലും ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. രണ്ടാമത്, ഈ പ്രശ്നം വിജിലൻസ് അന്വേഷിച്ചു, വസ്തുതകൾ പുറത്തു വന്നു. അന്നത്തെ മന്ത്രി ആ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുകയും ചെയ്തു. അതാണ് പ്രശ്നം. ജനാധിപത്യത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ മന്ത്രി വന്ന ആക്ഷേപം, അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം മന്ത്രിക്കില്ലേ? UDFന്റെ ആ പാരമ്പര്യം, KM മാണി സാറിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹം ആ തലത്തിൽ നീങ്ങുന്നില്ല? അപ്പൊ ഇവിടെ UDFനെ സംബന്ധിച്ചിടത്തോളം നിലപാടുകൾ വളരെ കൃത്യമായിരുന്നു. റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അവസാനമായി ഒറ്റ കാര്യം കൂടി ശ്രീ വി എം സുധീരൻ, അന്ന് ബിജു രമേശ് KM മാണിക്ക് ഞങ്ങൾ 1 കോടി രൂപ കൊടുത്തു എന്ന ആക്ഷേപം പരസ്യമായി ഉന്നയിച്ചിരുന്നു. പിന്നീട് അവരുടെ ബാർ അസോസിയേഷൻ്റെ സംസ്ഥാന സമിതിയിൽ ഈ വിഷയം പറയുന്നതും മറ്റുള്ളവർ അതേക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇതേ ബിജു രമേശ് തന്നെ റെക്കോർഡ് ചെയ്ത് പുറത്ത് കേൾപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ K ബാബുവിന് എത്ര കൊടുത്തു, VS ശിവകുമാറിന് എത്ര കൊടുത്തു, രമേശ് ചെന്നിത്തലയ്ക്ക് എത്ര കൊടുത്തു എന്നൊക്കെ കൃത്യമായ രീതിയിൽ മൊഴികളുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. അതല്ല, അന്ന് ആക്ഷേപം വന്നപ്പോൾ തന്നെ വിജിലൻസ് അന്വേഷണം നടത്തുകയും തന്നെയുമല്ല, അന്ന് പ്രധാനമായി ആക്ഷേപത്തിന് ആരോപണം ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് KM മാണി സാറിന്റെ രാജി വന്നിട്ടുള്ളത്. പിന്നീട് അന്ന് കേസുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അന്ന് സംസ്ഥാന സർക്കാർ കേസുമായി മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ ഈ സർക്കാർ 8 വർഷമായല്ലോ. ഈ സർക്കാരിന് തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ അവർ യാതൊന്നും ചെയ്യുന്നില്ല. ഇവിടെ എപ്പോഴും മദ്യലോബിയെ പ്രീണിപ്പിക്കാനുള്ളൊരു നീക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വളരെ വ്യക്തമായി കാണുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് സത്യം പുറത്തു വരണം, വസ്തുതകൾ പുറത്തു വരണം. അതിന് വിശ്വാസ്യത വേണമെങ്കിൽ സംസ്ഥാന ഏജൻസി നടത്തിയാൽ വിശ്വാസ്യത ഉണ്ടാകില്ല എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ CBI അന്വേഷണം തന്നെ വേണം എന്ന് പറയുന്നത്.